ഇത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ്, ഫ്രീക്വൻസി എങ്ങനെ കുറയ്ക്കാം. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. ബിഗിനേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഫ്രീക്വൻസി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി എന്താണെന്ന് അറിയുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. മെറ്റാസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര തവണ ഒരു യൂസർ നിങ്ങളുടെ ആഡ് കാണുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെട്രിക് ആണ് ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി 2 ആണെങ്കിൽ ഒരു യൂസർ ആവറേജ് 2 ടൈംസ് നിങ്ങളുടെ ആഡ് കാണുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഫ്രീക്വൻസി കൂടാതെ 2 മെട്രിക് കൂടി ഉണ്ട്. ഒന്ന് റീച്ചും 2 ഇംപ്രഷനും. റീച്ച് എന്താണ്? എത്ര യുണീക്ക് പീപ്പിൾ നമ്മുടെ ആഡ് കാണുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെട്രിക് ആണ് റീച്ച്. അപ്പൊ ഇംപ്രഷൻ എന്താണ്? നമ്മുടെ ആഡ് എത്ര തവണ ഡിസ്പ്ലേ ആവുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെട്രിക് ആണ് ഇംപ്രഷൻ. അതായത് ഇംപ്രഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു യൂസർ നിങ്ങളുടെ ആഡ് മൾട്ടിപ്പിൾ തവണ കാണുന്നുണ്ടാവും. ഇതിന്റെ എല്ലാം ഒരു സമ്മാണ് ഇംപ്രഷൻ. അതായത് ഫ്രീക്വൻസി കണക്കാക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇംപ്രഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റീച്ച്. ഫോർ എക്സാമ്പിൾ 2000 ഇംപ്രഷനും 1000 റീച്ചും ആണെങ്കിൽ 2000 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 2. 2 ആണ് നിങ്ങളുടെ ഫ്രീക്വൻസി. അതിനർത്ഥം ഒരു യൂസർ ആവറേജ് 2 ടൈംസ് നിങ്ങളുടെ ആഡ് കാണുന്നുണ്ട് എന്നാണ്. ഇനി ഈ ഫ്രീക്വൻസി എത്ര ആവുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്? ഈ ഫ്രീക്വൻസി കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഫ്രീക്വൻസി എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.